ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി തന്നെ ആദ്യ എയർ ഡ്രോപ്പ് പരീക്ഷണം നടത്തി ISRO. പാരച്യൂട്ട് അധിഷ്ഠിത ഡീസിലറേഷൻ സിസ്റ്റത്തിന്റെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റാണ് ISRO വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണിതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന സുപ്രധാന ദൗത്യമാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ബഹിരാകാശ യാത്രക്കാരുടെ ഭൂമിയിലേക്കുള്ള സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെയും അതിനായി ഈ പരീക്ഷണം ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്നും പറയപ്പെടുന്നു. ഇന്ത്യൻ വ്യോമസേന, DRDO, നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുമായൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പരീക്ഷണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികളുമായി തിരിച്ചെത്തുന്ന ക്രൂ മൊഡ്യൂളിനെ നിയന്ത്രിതമായി തന്നെ വീണ്ടെടുക്കുന്നതിന് നിർണായകമായ പാരച്യൂട്ട് സംവിധാനത്തിന്റെ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കുക എന്ന പരീക്ഷണമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ISRO നടത്തിയ പരീക്ഷണത്തിനിടയിൽ തന്നെ ഒരു വിമാനത്തിൽ നിന്ന് കൃത്രിമമായ മൊഡ്യൂൾ പുറത്ത് ഇറക്കുകയും പുതുതായി തന്നെ വികസിപ്പിച്ച പാരച്യൂട്ട് സംവിധാനത്തിന്റെ സഹായത്തോടെ തന്നെ സുരക്ഷിതമായി താഴെ ഇറക്കി അതിന്റെ പ്രകടനം തെളിയിക്കുകയും ചെയ്തു. എക്സ്ട്രാക്ഷൻ, ഡ്രോഗ് ഷൂട്ട് തുറക്കൽ, പ്രധാന പാരച്യൂട്ട് വിന്യസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ തന്നെ ലാൻഡിങ്ങിന് മുൻപേ തന്നെ വേഗത കുറയ്ക്കാൻ ഉറപ്പാക്കുന്ന സങ്കീർണമായ ഒരു പാരച്യൂട്ട് വിന്യാസത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനം വിലയിരുത്തുക എന്നതായിരുന്നു IADT-01ന്റെ ലക്ഷ്യമെന്നും ISRO വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള യാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ ISROയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന പരീക്ഷണമായിരുന്നു ഇത്. അതുപോലെ ഭൗമസമീപ ഭ്രമണ പഥത്തിലേക്ക് മനുഷ്യനെ സ്വന്തമായി എത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സംരംഭമായിരിക്കും ഗഗൻയാൻ പദ്ധതി. ഈ ദൗത്യത്തോടു കൂടി തന്നെ സ്വന്തമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ കഴിവുള്ള 4ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും. 3 അംഗ സംഘത്തെ ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകുവാനും 3 ദിവസം വരെ അവിടെ തങ്ങിയ ശേഷം സുരക്ഷിതമായി തന്നെ ഭൂമിയിലേക്ക് മടങ്ങി വരാനുമാണ് ഈ ഒരു ദൗത്യമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദൗത്യത്തിന്റെ പ്രധാന മുൻഗണനകളിൽ ഒന്നായ ബഹിരാകാശ യാത്രക്കാരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഈ വിജയകരമായ പരീക്ഷണം ശക്തിപ്പെടുത്തുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷയടക്കം ഉറപ്പാക്കുന്നതിനായി തന്നെ പാരച്യൂട്ട് പരിശോധനകൾ, പാഡ് അബോർട്ട് പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള വീണ്ടെടുക്കൽ പരിശീലനങ്ങൾ എന്നിവ ഭാവിയിൽ ഇനിയും നടത്തുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആഗോള ശ്രദ്ധ നേടുന്നതിനോടെ തന്നെ IADT-01ന്റെ വിജയം ISROയുടെ അടക്കം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി തന്നെ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യം സാങ്കേതിക മികവിലൂടെയും സുരക്ഷയിലൂടെയും തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നും ഉറപ്പാക്കിയതിനായി ISROയും മറ്റ് ഏജൻസികളും തയ്യാറെടുക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഖുബൂനന്ദ രുചി മാട്ടിൽ വക്കാലക്ക ഓഫർ.